ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നമ്മൾ ഒരുപാട് മാറി എന്ന് സമ്മതിക്കുമ്പോഴും മാറാത്ത ചില സംഗതികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മാറിയത് പുതിയ കാലത്തിന്റെ വേഗത്തിനൊപ്പമാണ്, പുതിയ കാലത്തിന്റെ ശീലങ്ങൾക്കൊപ്പമാണ്. പണ്ടൊക്കെ മക്കൾക്ക് പറന്നു നടക്കാനുള്ള ലോകം ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് എന്ന ചിന്തയുണ്ടായിരുന്നത് ഇന്ന് മാറിയിട്ടുണ്ട്. കുറഞ്ഞപക്ഷം മക്കളെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ തന്നെ അവരുടെ ലോകം കണ്ടെത്തിക്കൊള്ളാം എന്ന് വാശി പിടിക്കുന്നുണ്ട് പുതിയ കാലത്ത്. അങ്ങനെ ഒരു ലോകം കൃത്യമായി രൂപപ്പെടുത്താൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. പക്ഷേ കൃത്യമായി രൂപപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം. അതല്ലാതെ അവർ വളരുന്ന ലോകവും അവർ പറക്കാൻ ആഗ്രഹിക്കുന്ന ലോകവും ഒന്നും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ ഈ 16-ാം അധ്യായം എഴുതാനിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ തുറന്നു പറയും എന്ന ആശങ്കയുണ്ട്. എന്നാൽ പറയാതെ വേറെ വഴിയില്ല എന്ന് ഉറപ്പിക്കാൻ കാരണം ഇന്ന് രാവിലെ കേരളത്തിൽ നിന്ന് കേട്ട മറ്റൊരു കൊലപാതക വാർത്തയാണ്. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. സ്ഥിരമായി രാസലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് പ്രതി എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കൃത്യം ചെയ്തത് സ്വബോധത്തിലാണ് എന്നും പോലീസ് പറയുന്നു. ലഹരിയേത് സ്വബോധമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലാണ് നാടിപ്പോൾ. കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള മൈൻഡ് കെയർ എന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉടമ ഹാരിസ് അബുവുമായി ദീർഘനേരം സംസാരിച്ചിരുന്നു. മുമ്പില്ലാത്ത വിധം ഡി അഡിക്ഷൻ സെന്ററിലേക്കുള്ള കോളുകൾ കൂടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കേട്ടാൽ ഭയം തോന്നുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹം വിവരിച്ചു. ഇതൊക്കെ എങ്ങനെ പറയും എന്ന ആശങ്ക അദ്ദേഹത്തോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു. അല്ല, രക്ഷിതാക്കൾ ഇത് അറിയണം, തീർച്ചയായിട്ടും ഇത് അറിയണം. കാരണം രക്ഷിതാക്കൾക്ക് ഒരു ധാരണ ഇത് അയൽവക്കത്തെ വീട്ടിലേ നടക്കുള്ളൂ, എന്റെ വീട്ടിൽ നടക്കില്ല, എന്റെ മോനാണ് ഈ നാട്ടിലെ ഏറ്റവും മികച്ച കുട്ടി എന്നുള്ളതാണ്. ഓരോ രക്ഷിതാക്കളും ഈ കൂട്ടുകെട്ട് നിരീക്ഷിക്കണം. അവര് രാത്രി നേരം വൈകി വരികയാണെങ്കിൽ അവരെവിടെ പോയി, എന്തിനു പോയി എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾ അറിയാതെ തന്നെ അവരെ വാച്ച് ചെയ്ത് അവരുടെ പുറകെ നമ്മൾ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് അവർ ആദ്യം നമ്മളോട് പറയണം, എങ്കിലേ നമുക്കിതിൽ രക്ഷയുണ്ടാവുള്ളൂ. നോക്കൂ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തൊക്കെ മാറ്റമുണ്ടായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഒന്ന് ബന്ധങ്ങളുടെ വിശ്വാസ്യതയാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ ലോകം മക്കൾ മാത്രമാണ്. സ്വന്തം ലോകത്തിന്റെ വലിപ്പം കുറച്ചും സ്വന്തം സമയവും സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ കുറച്ചിട്ടാണ് പലരും മക്കളുടെ ലോകം, മക്കളുടെ സന്തോഷം വലുതാക്കി തീർക്കുന്നത്. എന്നാൽ ഈ കാലത്ത് രക്ഷിതാക്കൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി അറിയണം. പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നതിനാൽ ഹാരിസ് അബു, അതായത് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പല കുട്ടികളുടെയും അനുഭവങ്ങൾ കേട്ടറിഞ്ഞ ശേഷം അദ്ദേഹം ലോകത്തോട് പങ്കുവയ്ക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും ചിലതൊക്കെ പറയാൻ കഴിയാത്തതായതുകൊണ്ട് അടർത്തി മാറ്റിയിട്ടുണ്ട്. എങ്കിലും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. അതായത് ഒരു പേഷ്യന്റ് ഞങ്ങളോട് അഡ്മിറ്റ് ആയപ്പോ അവന്റെ അമ്മ പറഞ്ഞതാണ്, അവര് കുളിക്കുന്ന വീഡിയോ ഇവൻ പകർത്തിയിട്ട് ഇവൻ അത് 3000 രൂപയ്ക്ക് വിറ്റു എന്നുള്ളത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയല്ലേ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവൻ ചികിത്സ തുടങ്ങുന്ന സമയത്ത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ ഒരു കൂശലും ഇല്ലാതെ പറഞ്ഞു, ശരിയാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 3000 രൂപ ചോദിച്ചപ്പോൾ വീട്ടുകാർ തന്നില്ല. അപ്പൊ ഞാൻ കിട്ടുന്ന വഴി നോക്കി. അങ്ങനെ അവര് കൂട്ടുകാരും പരസ്പരം അങ്ങനെ വെച്ച് മാറാണ്ടെന്ന് വളരെ ലാഘവത്തോടു കൂടി ആ കുട്ടി അത് പറഞ്ഞു വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ഒരു 19 വയസ്സുകാരനായി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പൊ രക്ഷിതാക്കൾക്കൊരു ധാരണ ഉണ്ട്, എന്റെ മോൻ എന്നോട് ഇത് ചെയ്യില്ല എന്ന്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻ, അച്ഛൻ, അമ്മ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നൊക്കെ കുട്ടികൾ മാറി പിന്നെ അമ്മ ഒരു സ്ത്രീയാണ്, മനസ്സിലായി, അവന്റെ പെങ്ങളും ഒരു സ്ത്രീയാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല്, ലഹരി ഉപയോഗിക്കുന്ന വീട്ടിലുള്ള രക്ഷിതാക്കള് ഒന്നല്ലെങ്കിൽ അവനെ ചികിത്സിക്കുക. അങ്ങനെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ആ വീടിൽ നിന്ന് ഇറങ്ങി മാറി താമസിച്ചോളുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നാളെ സംഭവിക്കാനുള്ള ചാൻസസ് ഒരു 80% ഉണ്ട്. അതായത് അതുപോലെയാണ് ഈ ഇമാതിരി പിള്ളേരെ സ്നേഹിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ, സാറേ ഞാൻ എന്റെ സ്നേഹം കൊടുത്ത് അവനെ മാറ്റിക്കോളാം എന്നുള്ളതാണ്. ആ സ്നേഹം കൊടുത്ത് മാറ്റൽ സിനിമയിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ്. ജീവിതത്തിൽ അതില്ല. ജീവിതത്തിൽ വേണമെങ്കിൽ
കൃത്യമായ ചികിത്സ കൊടുക്കണം. ദയവ് ചെയ്ത് പെൺകുട്ടികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള ആണുങ്ങളെയാണ് നിങ്ങൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന് കൃത്യമായ ചികിത്സ എടുത്തില്ല നാളെ ഇതിനേക്കാൾ വലിയ ഒരു വിപത്താ വരും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതിനോട് അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്താവും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു അമ്മ ആ കൊച്ചിന്, അവൻ ജനിച്ച് 28 ദിവസം പ്രായമുള്ളപ്പോ അവന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അവർ വേറെ ഒരു കല്യാണത്തിനും പോകാതെ ഈ പൊന്നു മോനെ അവര് വളർത്തി അവനക്കൊരു 19 വയസ്സൊക്കെ ആയപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശപ്പെട്ട സംഭവം അത്. ആ അമ്മ പൊട്ടിക്കരഞ്ഞിട്ടാ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ മോൻ ഞാൻ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ കട കടച്ച് കിടന്നാൽ ഇവൻ വാതിൽ ചവിട്ടി പൊളിക്കും, ഞാൻ കുളിക്കുമ്പോൾ ബാത്റൂം തുറന്നു വരണം, ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റുമോ സാറേ എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം ബുദ്ധിമുട്ട്. ആ കുട്ടി 15ാമത്തെ വയസ്സ് മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ അമ്മയ്ക്ക് അത് അറിയാം. പക്ഷെ അമ്മ എന്ത് ചെയ്തു, നാട്ടുകാരറിയോ ഇവരറിയോ എന്ന് കൊണ്ട് അതങ്ങനെ രഹസ്യമാക്കി വെച്ച് ഇത് മൊത്തം അറിയുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയതിന് ശേഷമാണ് അവർക്ക് ചികിത്സ കൊടുത്തത്. ചികിത്സ കഴിഞ്ഞു അവൻ നല്ല മിടുക്കനായിട്ട് ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. രാസലഹരിയുടെ പിടിയിലമർന്നാൽ പിന്നെ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് ആർക്കും അറിയില്ല. സ്ഥിരമായ ഉപയോഗമുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഇപ്പോൾ എത്രയെത്ര നമ്മൾ കേട്ടുകഴിഞ്ഞു. ഹാരിസ് തന്റെ അനുഭവത്തിൽ നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പറയുന്നു. എന്റെ സെന്ററിൽ ഒരു പയ്യൻ അഡ്മിറ്റായി. അവനെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ഇവിടെ വാടോ പറഞ്ഞ് വിളിച്ചു. എന്നോട് ചോദിച്ചു, താൻ ഇവിടെ താരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനത്തിന്റെ ആളമോനെ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പൊ തന്റെ അമ്മനെ കാണാനും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അല്ലെ, അവളെ ഞങ്ങൾ വിളിച്ചിട്ട് വാ. സ്വാഭാവികമായിട്ടും എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മാനെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എനിക്ക് എത്രത്തോളം ദേഷ്യം വരും. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഈ പറയുന്നത് അവന്റെ ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാവുന്ന മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കാര്യമാണ്. അതിനെ നമ്മൾ അത് ഒരു പുഞ്ചിരിയോടുകൂടി തള്ളി. ഒരു മാസം കഴിഞ്ഞു അവൻ അസുഖത്തിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവറായി വന്നപ്പോ ഒരു ദിവസം ഞാൻ എന്റെ സെന്ററിന്റെ ഉള്ളിലോട് നടക്കുമ്പോൾ ആ പയ്യൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെ മോശമായ കാര്യം പറഞ്ഞു ഇപ്പൊ എന്റെ ഇപ്പോൾ ഉള്ള ആൾക്കാർ പറയുന്നു, ഞാൻ ഒരിക്കലും അങ്ങനത്തെ കുട്ടിയല്ല, ഞാനത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് അത്രമാത്രം ലജ്ജ തോന്നുന്നു എന്നോട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയാണ് അത്. ഇപ്പൊ നിങ്ങൾ ലഹരിയിൽ നിന്ന് മുക്തി തേടി, ഇതാണ് റിയൽ. മറ്റേത് എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഭ്രാന്തമായ മനസ്സിനുടമയായിട്ട് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മൈൻഡിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ നിങ്ങൾ ഏതൊക്കെ ക്രൈം പോയി പെടുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ നിങ്ങൾ നടക്കുകയാണ്. അതല്ല വേണ്ടത്. നിങ്ങൾ സ്വന്തമായ മാനസികമായ ആരോഗ്യത്തോടെ ചിന്തിച്ച് ഉന്മേഷത്തോടെ ജീവിക്കൂ. അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ ഒരു അസുഖം, ഈ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ നാട്ടുകാരെ അറിയും വീട്ടുകാരെ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ലോകം മൊത്തം അറിയുന്ന ഒരു കാര്യമായിട്ട് വരും. പക്ഷെ അപ്പത്തിനും ചിലപ്പോൾ നമ്മൾ ഈ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഇതുപോലെ അനിയന്മാര് സ്നേഹിക്കുന്ന പെണ്ണുങ്ങള് ഇതെല്ലാം ഒരു ജീവൻ പോകുന്ന ഒരു അവസ്ഥ വരെ എത്തും. സ്വന്തം മകന്റെ കൈകൊണ്ടൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാതാപിതാക്കളുടെ ലോകം മക്കൾ മാത്രമാണ് എന്നതാണ്. കാലം മാറിയിട്ടുണ്ട്, ഒരുപാട് ശീലങ്ങളും മാറി. പക്ഷേ മക്കൾ വളരുന്ന ലോകവും വളരേണ്ട ലോകവും കൃത്യതയോടെ രൂപപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. ഇനി മക്കളോട് തിരിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ലോകത്ത് മാതാപിതാക്കൾക്ക് എന്താണ് സ്ഥാനം? മക്കളോട് പറയാനുള്ളത്, തനിക്കു വേണ്ടി സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചവരാണ്, അവരെ ഇല്ലായ്മ ചെയ്യരുത്.